നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബാങ്കിംഗ് എളുപ്പമാക്കാം. ബാങ്കിംഗ് സാക്ഷരതാ ക്ലാസ് നടത്തി കൂട്ടായി SHM UP സ്കൂൾ. താനൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലെ മാലിന്യ പ്രശ്നത്തെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ തൊഴിലില്ലായ്മയെയും ഉയർത്തിക്കാണിച്ച് LDF അംഗങ്ങളുടെ പ്രതിഷേധം. മലബാറിലെ ട്രെയിൻ യാത്രാ പ്രശ്നം. മാറ്റ്പ ഭാരവാഹികൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ടു. മുതലും ആശ്വാസവും. യുവതി കട്ടെടുത്ത് വിഴുങ്ങിയ അരഞ്ഞാണം ഒടുവിൽ പുറത്തെത്തിച്ചു. കേരളാധീശ്വരപുരം വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പുത്തൻ തെരുവിൽ വെച്ച് ദേശീയ കൈത്തറി ദിനം ആചരിച്ചു. വയനാട് ദുരിതബാധിതർക്കുള്ള സഹായവുമായി KHMHS ആലത്തൂർ. വിശദമായ വാർത്തകൾ. ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട വിവിധ സംശയ നിവാരണത്തിനും പരിഹാരങ്ങൾക്കുമായി ക്ലാസ് നടത്തി കൂട്ടായി SHM UP സ്കൂൾ. കൂട്ടായി ഗ്രാമീൺ ബാങ്ക് മാനേജർ വിനയ് വിലാസാണ് രക്ഷിതാക്കൾക്കായി ക്ലാസ് എടുത്തത്. ബാങ്കിംഗ് ഇടപാടുകളിലെ വിവിധ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കൂട്ടായി SHM UP സ്കൂളിൽ ബാങ്കിംഗ് സാക്ഷരതാ ക്ലാസ് നടത്തി. സ്കൂൾ PTA വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എങ്ങനെ ബാങ്ക് അക്കൗണ്ട് എടുക്കാം, കാലാവധി കഴിഞ്ഞ ബാങ്ക് അക്കൗണ്ട് പുതുക്കുന്നതെങ്ങനെ, ബാങ്കിംഗ് മൊബൈൽ സേവനങ്ങൾ, ATM സേവനങ്ങൾ, നിക്ഷേപ രീതികൾ, പണം പിൻവലിക്കൽ, കുട്ടികൾക്കുള്ള പ്രത്യേക അക്കൗണ്ട് സംവിധാനം തുടങ്ങി വിവിധ ബാങ്കിംഗ് സേവനങ്ങളെക്കുറിച്ച് ക്ലാസിൽ വിശദീകരിച്ചു. രക്ഷിതാക്കളുടെ സംശയങ്ങൾക്കുള്ള മറുപടി പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ് രക്ഷിതാക്കൾക്ക് ഏറെ പ്രയോജനപ്രദമായി അനുഭവപ്പെട്ടു. കഴിഞ്ഞ അധ്യയന വർഷത്തെ പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്കുള്ള ആദരവ് സമർപ്പണം PTA പ്രസിഡന്റ് PK യാസിൻ, വൈസ് പ്രസിഡന്റ് CP മുജീബ് എന്നിവർ നിർവഹിച്ചു. പ്രഥമാധ്യാപിക C സലീന സ്വാഗതം പറഞ്ഞു. ഈ വർഷത്തെ PTA പ്രസിഡന്റായി CP മുജീബിനെയും വൈസ് പ്രസിഡന്റായി M മജീദിനെയും യോഗം തിരഞ്ഞെടുത്തു. വെട്ടം ന്യൂസ് കൂട്ടായി. താനൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളെ മാലിന്യ പ്രശ്നത്തെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ തൊഴിലില്ലായ്മയെയും ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു LDF അംഗങ്ങളുടെ പ്രതിഷേധം. താനൂർ നഗരസഭയിൽ വിവിധയിടങ്ങളിൽ മാലിന്യം കൂമ്പാരമാണ്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് 4 മാസത്തോളമായി ജോലിയുമില്ല. എടുത്ത ജോലിയുടെ കൂലി നൽകിയിട്ടില്ലെന്നും കൗൺസിലറായ PT അക്ബർ പറഞ്ഞു. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഫണ്ട് അനുവദിച്ച ശുചീകരണ പ്രവൃത്തിയിൽ നഗരസഭ അലംഭാവം കാണിക്കുകയാണ്. മാലിന്യ സംസ്കരണത്തിനായി 80 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇവിടെ മാലിന്യ സംസ്കരണം നടത്തുന്നതിന് പകരം വാടക കെട്ടിടത്തിൽ വാടക നൽകിയാണ് നിലവിൽ നഗരസഭ മാലിന്യം സംസ്കരിക്കുന്നത്. ഇത് നിർത്തലാക്കിയതോടെ ഹരിതകർമ്മസേന അംഗങ്ങൾ തൊഴിലില്ലാതെ മിച്ച വരുമാനമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. കൂടാതെ നിരവധി വീടുകളിലും പൊതുവഴികളിലും മാലിന്യം കെട്ടിക്കിടന്ന് മാറാരോഗങ്ങൾക്കും ദുർഗന്ധത്തിനും കാരണമാവുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. വീടുകളിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. 4 ദിവസമായി ജോലിയില്ല. 4 മാസത്തോളമായി ജോലിയില്ല. ഇതൊരു സൂചനാ സമരമാണെന്നോ ഈ പ്രശ്നത്തിന് വേണ്ട രീതിയിലുള്ള പരിഹാരം കാണാതെ നഗരസഭ ഇനിയും മൗനം പാലിക്കുകയാണെങ്കിൽ സമരത്തിന്റെ രീതി മാറുമെന്നും PT അക്ബർ പറഞ്ഞു. എല്ലാ നിലവിലെ മുഴുവൻ വാർഡുകളിലും 16,000-ഓളം വീടുകളിൽ നിന്ന് തന്നെ ഹരിതകർമ്മസേന ഇത് മാലിന്യങ്ങളായാലും അതുപോലെ പ്ലാസ്റ്റിക് കവറുകളും നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ആ ശേഖരിക്കുന്നത് മൊത്തം ഓലപ്പീഡിയ ഡബ്ബിംഗ് ആടിലേക്കാണ് കൊണ്ടുവെക്കാറുള്ളത്. തികച്ചും ഇപ്പോൾ 4 മാസത്തോളമായി ആ വർക്കുകളൊന്നും നടക്കുന്നില്ല. നഗരസഭ തന്നെ സംസ്ഥാന സർക്കാർ തന്നെ നവകേരളം
ശുചിത്വ നവകേരളം എന്നുള്ള പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തു പോകുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും കൃത്യമായിക്കൊണ്ട് തന്നെ ഇതിൻ്റെ പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നു. നഗരസഭ ആ വിഷയത്തിൽ അലംഭാവം കാണിക്കുകയാണ്. ഇതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ പഞ്ചായത്ത് കാലഘട്ടങ്ങളിൽ തന്നെ 80 സെൻറ്റ് സ്ഥലത്തോളം നമ്മൾ ഒട്ടുംപുറത്ത് ഈ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി മാത്രം വാങ്ങിയിട്ടുണ്ട്. അവിടേക്ക് കൊണ്ടുപോവാതെ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഓലപ്പീടികയിലുള്ള വാടക കെട്ടിടത്തിൽ വാടക കൊടുത്തിട്ടാണ് ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഡബ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് നിർത്തലാക്കി 4 മാസത്തോളമായി ഹരിതകർമ്മ സേനകൾക്ക് ജോലിയില്ല. എല്ലാ വീടുകളിലും താനൂരിൻ്റെ എല്ലാ ടൗൺ മേഖലയിലും പ്ലാസ്റ്റിക് കവറുകൾ കുമ്മുകൂടി കിടക്കുകയാണ്. ഇതിന് അടിയന്തരമായി നടപടിയെടുക്കണം. സെക്രട്ടറി ആയാലും ചെയർമാൻ ആയാലും ഇതിനു വേണ്ടി ശക്തമായ രീതിയിൽ നടപടിയെടുത്തുകൊണ്ട് ഹരിതകർമ്മ സേന അംഗങ്ങൾ, അതിൽ സാധാരണക്കാരായിട്ടുള്ള 72 ഹരിതകർമ്മ സേന അംഗങ്ങളുണ്ട്. അവരാണെങ്കിലോ നിലവിൽ ലോണും അതേപോലെ തന്നെ നിത്യേന ഈ വരുമാനം കിട്ടി ജീവിക്കുന്ന കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളാണ് ഇപ്പോൾ 4 മാസത്തോളമായിട്ട് പട്ടിണിയിലാണ്. ആ അവസ്ഥ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹരിതകർമ്മസേന അംഗങ്ങൾ എല്ലാവരും ചെയർമാനെയും സെക്രട്ടറിയെ കാണാൻ വന്നിരുന്നു. അതിന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇനി ഇതാ തുടക്കം LDF കൗൺസിലർമാർ പ്രതിഷേധിക്കുകയാണ്. ഇനി ഈ പ്രതിഷേധത്തിൻ്റെ സ്വഭാവ രീതി തന്നെ മാറും. തികച്ചും ഇതിന് പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഈ രീതിയിൽ വർഗ ബഹുജന സംഘടനകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. താനൂരിൻ്റെ മാലിന്യ ഈ കൂമ്പാരങ്ങൾ നീക്കി ചെയ്ത് മാരാരോഗങ്ങളും സാമൂഹിക രോഗങ്ങളും പിടിച്ച് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ താനൂരിൻ്റെ വിവിധ മേഖലയിലും വീടുകളിലും എല്ലാ മാലിന്യങ്ങളും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളും കെട്ടിക്കിടക്കുന്ന സാഹചര്യമുള്ളത്. അതിന് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് LDF കൗൺസിലർമാർ ഇവിടെ സമരം ചെയ്തിട്ടുള്ളത്. ഇത് സമരം മാത്രമാണുള്ളത്. ഇതിൻ്റെ ഈ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി ഇതിൻ്റെ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ CPM-ൻ്റെയും LDF-ൻ്റെയും കൗൺസിലർമാർ അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ. മലബാറിലെ ട്രെയിൻ യാത്രക്കാരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം തേടി മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ ET മുഹമ്മദ് ബഷീർ MP-യുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകി. ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് വൈകിട്ട് 5:45-നും 6:45-നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിരുന്ന പാസഞ്ചർ ട്രെയിനുകൾ നിർത്തലാക്കിയതുമൂലം ദൈനംദിന യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന സാധാരണ യാത്രക്കാർ മറ്റു മാർഗങ്ങളില്ലാതെ പ്രയാസപ്പെടുകയാണ്. വൈകിട്ട് 4:20-ന് കോയമ്പത്തൂർ കണ്ണൂർ ഫാസ്റ്റ് പാസഞ്ചർ ഷൊർണൂർ വിട്ടാൽ നീണ്ട 3.5 മണിക്കൂർ നേരത്തേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് ഒരു ട്രെയിൻ സർവീസുമില്ല. വൈകിട്ട് 7:50-ന് ഷൊർണൂർ വിടുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന് എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പില്ലാത്തതും വന്ദേ ഭാരത് എക്സ്പ്രസിന് വേണ്ടി ദിനേന പിടിച്ചിടുന്നതും മൂലം യാത്രക്കാർ വളരെ പ്രയാസപ്പെടുകയാണ്. വൈകിട്ട് 5:45-നുള്ള ഷൊർണൂർ കോഴിക്കോട് പാസഞ്ചർ വണ്ടി സമയമാറ്റം വരുത്തി ഓടുന്നുണ്ടെങ്കിലും രാത്രി 8:40-ന് ഷൊർണൂരിൽ നിന്ന് യാത്രക്കാരില്ലാതെ കാലിയായ കമ്പാർട്ട്മെന്റുകളായാണ് സർവീസ് നടത്തുന്നത്. 2023 സെപ്റ്റംബർ മാസത്തിൽ സമയം മാറ്റം വരുത്തി രാത്രി 8:40-ന് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന 0645 നമ്പർ വണ്ടി വൈകിട്ട് 5:45-ന് തന്നെ ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്നതിനും നിർത്തലാക്കിയ 5664 നമ്പർ വണ്ടി വൈകിട്ട് 6:45-ന് പുനരാരംഭിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ET മുഹമ്മദ് ബഷീർ MP-യോടൊപ്പം അസോസിയേഷൻ പ്രസിഡന്റ് K രഘുനാഥ്, ട്രഷറർ അബ്ദുൾ റഹ്മാൻ വള്ളിക്കുന്ന്, വൈസ് പ്രസിഡന്റ് KK അബ്ദുൾ റസാഖ് ഹാജി തിരൂർ എന്നിവർ സംബന്ധിച്ചു. പാലക്കാട് മുതൽ കണ്ണൂർ വരെയുള്ള മലബാർ മേഖലയിലെ MP-മാരായ ET മുഹമ്മദ് ബഷീർ, K സുധാകരൻ, VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, MK രാഘവൻ, അബ്ദുസമദ് സമദാനി, K രാധാകൃഷ്ണൻ എന്നിവർക്കും നിവേദനം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. സിനിമയെ അനുസ്മരിപ്പിച്ച സീനുകൾക്കൊടുവിൽ തിരൂർ പോലീസിന് ആശ്വാസം. കട്ടെടുത്ത് വിഴുങ്ങിക്കളഞ്ഞ തൊണ്ടി മുതലായ സ്വർണം ഒടുവിൽ പുറത്തെത്തി. അതിന്റെ ദൃക്സാക്ഷി ആരുമാകട്ടെ ഉദ്യോഗവും മാനസിക പിരിമുറുക്കവുമെല്ലാം അവസാനിച്ചിരിക്കുന്നു. സിനിമയിൽ പോലീസിന്റെ ആയുധം വെള്ളം നിറച്ചൊരു കുപ്പിയും പരാതിക്കാരൻ വാങ്ങിക്കൊടുത്ത ഒരു സിഗരറ്റുമായിരുന്നെങ്കിൽ ഇവിടെ അത് ജ്യൂസും പഴങ്ങളും എന്ന വ്യത്യാസം മാത്രം. പോലീസ് തൊണ്ടി മുതലായി കസ്റ്റഡിയിലെടുത്തത് അരഞ്ഞാണം. കഴിഞ്ഞ ദിവസമാണ് സംഭവങ്ങൾക്ക് തുടക്കം. തിരൂരിലെ ഒരു പള്ളിയിൽ നമസ്കരിക്കാനെത്തിയ കുടുംബത്തോടൊപ്പമുണ്ടായിരുന്ന കൈക്കുഞ്ഞിന്റെ അരപ്പവൻ അരഞ്ഞാണം കാണാതായി. അവിടെ നമസ്കരിക്കാനെന്ന വ്യാജേന എത്തിയ നിറമരുതൂർ മലയിൽ ദിൽഷാദ് ബീഗം മോഷ്ടിച്ച് വിഴുങ്ങിയതാണെന്ന് കണ്ടെത്തി. മോഷ്ടാവിനെ കൈയോടെ പിടികൂടി. യുവതിയുടെ ആമാശയത്തിന്റെ എക്സ്റേയിൽ തൊണ്ടി മുതൽ കണ്ടുവെങ്കിലും പുറത്തെടുക്കാനാവാതെ പോലീസ് പ്രയാസപ്പെട്ടു. മോഷണക്കേസിൽ റിമാൻഡ് ചെയ്ത യുവതിയെ തൊണ്ടി മുതൽ കണ്ടെടുക്കാനായി തിരൂർ മജിസ്ട്രേറ്റ് കോടതി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടതായിരുന്നു. തിരൂർ ജില്ലാശുപത്രിയിലും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും യുവതിയെ പ്രവേശിപ്പിച്ചെങ്കിലും സ്വർണ്ണാഭരണം പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചൊവ്വാഴ്ച തിരൂർ പോലീസ്
പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന യുവതിക്ക് ജ്യൂസും പഴങ്ങളുമെല്ലാം നൽകി. ഒടുവിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-ന് ദിൽഷാദ് ബീഗത്തിന്റെ വയറ്റിൽ നിന്ന് തൊണ്ടി മുതൽ പുറത്തെത്തി. ഇതോടെ ദിൽഷാദ് ബീഗത്തെ ASI ഹൈമാവതിയുടെ നേതൃത്വത്തിൽ തിരൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. വെട്ടം ന്യൂസ്, തിരൂർ. തിരുവനന്തപുരം കൈത്തറി ഡയറക്ടറേറ്റിന്റെയും മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേരളാധീശ്വരപുരം വ്യൂവേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പുത്തൻതെരുവിൽ വെച്ച് ദേശീയ കൈത്തറി ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി ഉദ്ഘാടനം. പരിപാടിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ മുഹമ്മദ് ഹനീഫ PP സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി ഉദ്ഘാടനം നിർവഹിച്ചു. താനാളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഫാത്തിമ ബീവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലയിലെ മുതിർന്ന കൈത്തറി നെയ്ത്ത് തൊഴിലാളികളെ ആദരിച്ചു. ദേശീയ കൈത്തറി ദിനാചരണത്തിനോടൊപ്പം കൈത്തറി നെയ്ത്ത് തൊഴിലാളികൾക്കായി CMM മെഡിക്കൽ സെന്റർ കുണ്ടുങ്ങൽ, ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി തിരൂർ എന്നീ ആശുപത്രികളുടെ സഹകരണത്തോടെ സൗജന്യ ആരോഗ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരളാധീശ്വരപുരം വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അനിൽ തലപ്പള്ളി, തിരൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി മാനേജർ വിനീത് P, മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം സഹകരണ ഇൻസ്പെക്ടർമാരായ ബാബുരാജ്, സെറീന തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. സീനിയർ കൈത്തറി സഹകരണ ഇൻസ്പെക്ടർ സുബൈദ നന്ദി രേഖപ്പെടുത്തി. വെട്ടം ന്യൂസ്, താനൂർ. വയനാട് ദുരിതബാധിതർക്കുള്ള സഹായവുമായി KHMHS ആലത്തിയൂർ KHMHS NSSഉം നല്ലപാടം ക്ലബ്ബും സംയുക്തമായി ആവശ്യ വസ്തുക്കളും 33,850 രൂപയും സ്വരൂപിച്ചു. PTA പ്രസിഡന്റ് TN ഷാജി, പ്രിൻസിപ്പൽ സോണിയ C വേലായുധൻ, പ്രധാനാധ്യാപിക M ബിന്ദു, സിഡ്കോ കോർഡിനേറ്റർ AC പ്രവീൺ, സ്റ്റാഫ് സെക്രട്ടറി ജംഷീർ ബാബു, ഷബീർ നെല്ലിയാളി, NSS കോർഡിനേറ്റർമാരായ ധന്യ C നായർ, സുവർണ, വളണ്ടിയർമാരായ ഹെന സജിദ്, ഫഹീം, നല്ലപാടം കൺവീനർ KV ഷൌക്കത്ത് എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, ആലത്തിയൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.